എന്താ സുഹൃത്തേ, കാൽമുട്ടും ഒഴിഞ്ഞോണ്ട് ഒരു ഇരിപ്പ്? ആ, അല്ല, വയസ്സായല്ലോ അല്ലേ? ഹേ, ഇത് വയസ്സായതിൻ്റെ ഒഴിച്ചിലല്ല. പിന്നെ ഞാൻ ആ കൂട്ടുകാരെ, അതായത് നമ്മുടെ കുഞ്ഞു മക്കളെ ഓടി നടക്കുമ്പോൾ അവരുടെ കൂടെ ഓടാൻ ഒന്നു ചേർന്നു. അപ്പോഴാ ആരും കാണാതെ ഞാൻ അവിടെ വീണു. ഓ, വല്ലാത്ത വേദന. അപ്പോൾ കാലൊഴിഞ്ഞതാണേ. അത് നീയും കണ്ടോ? ഇപ്പോഴും എത്ര പ്രായമായാലും നിർത്താറായിട്ടില്ലല്ലേ ഈ കുട്ടിക്കളി? എങ്ങനെയാടോ അത് നിർത്തുക? അറിയാം, വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാനൊരു മോഹം. അതെ, ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ ഇന്നർ ചൈൽഡ് എന്ന ടോപ്പിക്കുമായി നിങ്ങളോടൊപ്പം ഖദീജ എ.വി. പ്രിയമുള്ളവരെ, നാം ആരാണ് കുട്ടിക്കാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു പോകുവാൻ ആഗ്രഹിക്കാത്തത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹമുള്ളത്? ഓ, അതിന് വളരെ പ്രയാസമൊന്നുമില്ലാതെ ഉത്തരം പറയാം അല്ലേ? അതെ, കുട്ടിക്കാലം കടന്നു പോവാത്ത ഒരു മനുഷ്യരുമില്ല. എന്നാൽ നമ്മളുടെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ ആ കുട്ടിക്കാലം കടന്നു പോയപ്പോഴും നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു കുട്ടി ഒളിഞ്ഞിരിപ്പില്ലേ നമ്മുടെ മനസ്സിൽ? എപ്പോഴൊക്കെയോ നാം അങ്ങോട്ടേക്ക് തിരിച്ചു പോകാറുമുണ്ടല്ലേ? തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്താറില്ലേ? ഓ, ഇപ്പോഴും ഒരു ചൈൽഡിഷ്. എന്താ, നിനക്കെന്താ പ്രാന്താണോ? ഇത്രയൊക്കെ പ്രായം ചെന്നിട്ടും കുട്ടികളെപ്പോലെ പെരുമാറുന്നു, കുട്ടികളെപ്പോലെ കളിക്കുന്നു എന്നൊക്കെ പലപ്പോഴും പലരും കുറ്റപ്പെടുത്താറുണ്ട്. നമുക്കറിയാം, കുട്ടിക്കാലം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചിലവർക്ക് സുഖസൗകര്യങ്ങളുടെ മടിത്തട്ടിലേക്കുള്ള വരവ്, എന്നാൽ മറ്റുള്ളവർക്കോ കഷ്ടപ്പാടുകളുടെയും കഷ്ടതകളുടെയും എല്ലാത്തിൻ്റെയും ആകെത്തുക. എങ്ങനെയാണെങ്കിലും ആ കുട്ടിക്കാലത്തേക്ക് തന്നെ തിരിച്ചു പോകുവാനാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടം. എത്ര തവണ ആഗ്രഹിച്ചിട്ടുണ്ട് ആ യൂണിഫോമും ഇട്ട് കുറച്ച് നനഞ്ഞ ബാഗുമായി സ്കൂളിലെത്താൻ. എന്നിട്ട് 5-6 പേരുള്ള ബെഞ്ചിൽ കുത്തിത്തിരക്കിയിരുന്ന് അടികൂടാൻ, വഴക്കുണ്ടാക്കാൻ എല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടല്ലേ? അന്നൊന്നും ഒന്നിനും ഒരു പരിമിതി ഉണ്ടായിരുന്നില്ല. ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ആരും നമ്മളെ മതിൽ കെട്ടി മാറ്റി നിർത്തിയിരുന്നില്ല. ഏത് കൂട്ടുകാരനാണെങ്കിലും കൂട്ടുകാരിയാണെങ്കിലും അവർക്കൊപ്പം ഇരിക്കാം. എന്നാൽ ഇന്നും നമ്മൾ ആ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ ആ കഴിഞ്ഞുപോയ സംഭവങ്ങളെ താലോലിക്കുന്നില്ലേ? താലോലിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഉള്ളിലെ കുഞ്ഞ് ഉണർന്നിരിക്കുന്നു എന്നത് തന്നെയാണ് കാരണം. ഇനി ആ കുട്ടിക്കാലവും ഇന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഈ ഇന്നർ ചൈൽഡും പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്നുണ്ടോ എന്ന് ഒരു താരതമ്യം ചെയ്ത് നോക്കിയാലോ? വലിയ പഠനമൊന്നുമല്ല കേട്ടോ. ഇനി എൻ്റെ ചിന്തയിൽ തോന്നിയ ചില കാര്യങ്ങളാണ്. അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തല്ലരുത്. അതെ, ഒന്നാമത്തേത് ആകാംക്ഷയുടെയും അതിശയോക്തിയുടെയും അതോടൊപ്പം അറിയാനുള്ള താല്പര്യത്തിൻ്റെയും അത് അറിഞ്ഞ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ളതിൻ്റെയും ഒരു കാലഘട്ടമായിരുന്നു അല്ലേ അത്? നമുക്കന്ന് 100 ചോദ്യങ്ങളായിരുന്നു. എന്തൊക്കെ അറിയണമായിരുന്നു നമുക്കന്ന്? പലപ്പോഴും പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒന്നും മിണ്ടാതിരിക്കുക, വലിയ ആളുകൾ പറയുന്ന കാര്യങ്ങളല്ലേ അത് എന്ന്. എന്താണെന്നറിയോ, അന്ന് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഒഴിഞ്ഞ മെമ്മറി കാർഡ് പോലെയായിരുന്നു. എന്തും അതിലേക്ക് സേവ് ചെയ്യപ്പെടും. ഇന്നും പലപ്പോഴും നമ്മൾ ആ കാലഘട്ടം കഴിഞ്ഞു പോയെങ്കിലും പലതും ചോദിക്കാൻ ആഗ്രഹിക്കാറില്ലേ? ഇപ്പോൾ നമുക്ക് ചില പരിമിതികളുണ്ട്. ചിലത് നാം ചോദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് അറിയാൻ പാടില്ല. അത് മറ്റുള്ളവരുടെ കാര്യമാണ്. അതായത് അതിൽ ഇടപെടേണ്ട എന്ന് കരുതിയിട്ട് മാത്രം നാം മാറി നിൽക്കാറുണ്ട്. ആ കുട്ടിക്കാലത്തിൻ്റെ ചില പ്രത്യേകത ഇന്നും അവശേഷിക്കുന്നതല്ലേ അതിന് കാരണം? ഇനി രണ്ടാമത്തേതോ, കുറുമ്പിൻ്റെ കാലഘട്ടം. അതെ, എന്തൊക്കെ കാര്യങ്ങൾക്കായിരുന്നു നാം കുറുമ്പ് പിടിച്ചത്? പുളിയച്ചാറിന് വേണ്ടി, നാം എറിഞ്ഞ മാങ്ങ ആരോ എടുത്തതിന് വേണ്ടി, അതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടണമല്ലേ? ഒരു കുപ്പിവളയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ബലൂണിന് വേണ്ടി, അങ്ങനെയൊക്കെ നാം അന്ന് വാശി പിടിച്ചെങ്കിൽ ഇന്നുമില്ലേ ചില കുറുമ്പുകളൊക്കെ നമുക്ക്? അന്ന് നാം അച്ഛനോടും അമ്മയോടൊക്കെ കുറുമ്പ് കാണിച്ചെങ്കിൽ ഇന്ന് നമ്മുടെ മറ്റു പ്രിയപ്പെട്ടവരോടാണ്
നാം കുറുമ്പ് കാണിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം നമ്മുടെ ഇന്നർ ചൈൽഡ് ഇപ്പോഴും ഉണർന്നു പ്രവർത്തിക്കുന്നത് എന്ന്. മൂന്നാമത്തേതായിട്ടോ നമുക്ക് പറയാനുള്ളത് ഇണക്കത്തിൻ്റെയും പിണക്കത്തിൻ്റെയും കാലഘട്ടമായിരുന്നു അത്, അല്ലേ? അതായത് ഇണങ്ങിയും പിണങ്ങിയും തന്നെയാണ് നാം ജീവിതം മുന്നോട്ട് കഴിഞ്ഞു പോന്നത്. അന്നത്തെ ഇണക്കത്തിനും പിണക്കത്തിനും കുഞ്ഞു കുഞ്ഞു കാരണങ്ങളായിരുന്നു. അന്ന് നാം പറഞ്ഞതുപോലെ ചില വളരെ വില കുറഞ്ഞ ചില കാര്യങ്ങൾക്ക് വേണ്ടി. എന്നാലോ ഇന്ന് അത് കുറച്ചുകൂടെ വലിയ സംഭവങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് മാത്രം. പിന്നെ അടുത്ത കാലഘട്ടമോ കൊടുക്കൽ വാങ്ങലിൻ്റെ കാലഘട്ടം, അല്ലേ? നമ്മൾ എന്തൊക്കെയായിരുന്നു ഷെയർ ചെയ്തിരുന്നത്? മഞ്ചാടിയും പുളിങ്കുരുവും എല്ലാം ഷെയർ ചെയ്തിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലോ അതിനേക്കാൾ കുറച്ചുകൂടെ വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, എന്നാലും അവരും ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ കൊടുക്കൽ വാങ്ങലിൻ്റെ കാലം എന്ന് ഞാൻ പറഞ്ഞില്ലേ, അന്നത്തെ കാലം എന്ന് പറയുന്നത് എന്താ അറിയോ? ചിലപ്പോൾ നമ്മൾ കൊടുത്തത് തന്നെ തിരിച്ചു വേണം എന്നും വാശി പിടിക്കാറുണ്ട്. കൊടുക്കലിൻ്റെയും അത് വാങ്ങലിൻ്റെയും കാലം എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും പിന്നെയും എന്നാൽ ഇത് വളരെ സിമ്പിളായ കാലഘട്ടമായിരുന്നോ? അല്ല. അത് നമുക്കറിയാം, ആത്മാർത്ഥതയുടെയും അതോടൊപ്പം അഭിമാനത്തിൻ്റെയും ഒക്കെ കാലം തന്നെയായിരുന്നു ആ കുട്ടിക്കാലം. അതൊക്കെ ഇന്നും നമ്മുടെ മനസ്സിലില്ലേ? ആത്മാർത്ഥതയില്ലേ? ഇല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലേ? കുട്ടിക്കാലത്തും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇല്ലേ? അതുകൊണ്ടല്ലേ നാം പല മരങ്ങളിലും വലിഞ്ഞു കയറിയതും ആരും കാണാതെ ബാക്കും കുത്തി വീണ് ഒഴിഞ്ഞ് പതുക്കെ അവിടെ നിന്നും ഇറങ്ങിപ്പോയതുമൊക്കെ. അതുപോലെ ഇപ്പോഴും ചിലതൊക്കെ ചെയ്യാൻ നമുക്ക് അന്ന് നേടിയെടുത്ത കോൺഫിഡൻസ് തന്നെയാണ് ഇന്നും നമ്മുടെ ഉള്ളിലിരുന്ന് ആ ഇന്നർ ചൈൽഡ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ചെയ്തോളൂ, അങ്ങനെ ചെയ്തോളൂ, കുഴപ്പമില്ല. അതുകൊണ്ടല്ലേ നമ്മുടെ മഹാകവി ഒ.എൻ.വി. കുറുപ്പ് പാടിയത് ആ സ്കൂളിൻ്റെ മുറ്റത്ത് ഒന്നുകൂടെ പോകണം, എന്നിട്ടോ ആ പഴയ വിദ്യാലയത്തിൻ്റെ മുറ്റത്തുള്ള നെല്ലിമരത്തിൽ നിന്ന് നെല്ലിക്ക ഉതിർന്നു വീഴുന്നത് എടുത്ത് കഴിക്കണം, എന്നിട്ട് എന്തു മധുരമാണെന്ന് തോന്നണം, അതോടൊപ്പം കയ്പും. അല്ലേ സുഹൃത്തെ? നമുക്കും ജീവിതം അങ്ങനെയില്ലേ? കയ്പും മധുരവുമുള്ള ഒരു ജീവിതം. എന്നാലും എത്ര സ്വപ്നങ്ങളായിരുന്നു ആ കുഞ്ഞു മനസ്സിലുണ്ടായിരുന്നത്. പലതും തകർന്നടിഞ്ഞു. എന്നാലും അന്നുണ്ടായിരുന്ന ഓരോ നിമിഷവും നമ്മുടെ കൈക്കുടന്നയിലേക്ക് കോരിയെടുക്കാൻ നാം ആഗ്രഹിക്കുന്നില്ലേ? ഇപ്പോഴും ആ കുട്ടിക്കാലത്ത് ആ തറവാട്ടുമുറ്റത്ത് ഓടി നടക്കുന്നവരുടെ കൂടെ ഇന്നും നമുക്കും കൂടാൻ ആഗ്രഹമില്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലെ ആ കുഞ്ഞിനെ താലോലിച്ച് സമാധാനിച്ച് എല്ലാം സ്ട്രെസ്സും സ്ട്രെയിനും മാത്രം നിറഞ്ഞ ഈ ആധുനിക സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം കുതിച്ചു പായുമ്പോൾ ആ കുതിപ്പും കിതപ്പുമൊക്കെ ഒന്ന് സംയമനത്തിലേക്ക് എത്തിക്കുവാനായിട്ട് നമ്മുടെ ഉള്ളിലെ ആ കുഞ്ഞിനോട് ഒരു താരാട്ട് പാടാം, അല്ലേ? അങ്ങനെ പതുക്കെ നമുക്ക് ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റ് ഇവിടെ അവസാനിപ്പിക്കാം, അല്ലേ? സമയം അതിക്രമിച്ചു, അതുകൊണ്ടാണ് കേട്ടോ.